ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സാജിദാസ് ക്രിയേഷൻ. ഇന്ന് നമുക്ക് ഒരു ബേബി ബെഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വളരെ ഈസിയായി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ന്യൂ ബോൺ ബേബിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബെഡാണിത്. നമുക്കിത് ഗിഫ്റ്റ് ആയിട്ടും ന്യൂ ബോൺ ബേബിക്ക് കൊടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് കുട്ടിയെ ബെഡായിട്ട് കിടത്താം. അതിനുശേഷം ഈ സിബ് ഇട്ട് കുട്ടിയെ ഇതിനുള്ളിൽ കവർ ചെയ്യാം. ശേഷം ക്യാപ്പിൻ്റെ സിബും ഇട്ട് 2 ബട്ടണും കൂടി ഇട്ട് കൊടുത്താൽ വളരെ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരു ബെഡായി മാറും ഇത്. ഈ ബെഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നമുക്ക് വേണ്ടത് 2 കളർ ക്ലോത്താണ്. ഇത് 3/4 മീറ്ററായി കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് സ്പോഞ്ചാണ്. ബേബി ബെഡിൻ്റെ ഒക്കെ ഉള്ളിൽ കാണുന്ന വൈറ്റ് കളർ സ്പോഞ്ചാണിത്. 120 രൂപയാണ് 1 മീറ്ററിൻ്റെ വില. നമുക്കൊരു 1/2 മീറ്റർ മാത്രമേ ആവശ്യമുള്ളൂ. നമുക്കിനി ഫ്ലവേർഡ് ക്ലോത്ത് വിരിച്ചിടാം. അതിനുശേഷം നമുക്ക് വീതി 29 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. നീളം നമുക്ക് 33 ഇഞ്ചാണ് വേണ്ടത്. ഈ ക്ലോത്ത് 33 ഇഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ 33 ഇഞ്ച് വെച്ച് നമുക്ക് ഈ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേ ക്ലോത്ത് വെച്ച് തന്നെ അതേ അളവിൽ നമുക്ക് റെഡ് ക്ലോത്തും കട്ട് ചെയ്തെടുക്കാം. റെഡ് ക്ലോത്ത് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സ്പോഞ്ചിൻ്റെ മുകളിലും നമ്മൾ ആദ്യം കട്ട് ചെയ്ത ക്ലോത്ത് വെച്ച് നമുക്ക് സ്പോഞ്ചും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്ലോത്തും സ്പോഞ്ചും എല്ലാം ഒരേ അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ക്ലോത്തിൻ്റെ നല്ല വശം അടിയിൽ വരുന്ന വിധം നമുക്ക് വിരിച്ചിടാം. അതിന് മുകളിൽ സ്പോഞ്ച് വെക്കാം. നന്നായി ഒരേ അളവിൽ വിരിച്ച് വെക്കാം. അതിനുശേഷം റെഡ് കളർ ക്ലോത്തും അതേപോലെ വിരിച്ചിടാം. എല്ലാം ഒരേപോലെ വരാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഒരു ബീഡഡ് പിന്നെടുക്കുക. ബീഡ് മുന്നിലുള്ള ഒരു പിന്നാണ്. ഇത് മസ്തക്കൊക്കെ യൂസ് ചെയ്യുന്ന പിന്നാണ്. ഇത് നമുക്കൊന്ന് കുത്തി കൊടുക്കാം. ഇതിൽ പിൻ ചെയ്ത് കൊടുക്കുന്നത് ക്ലോത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരേപോലെ നിൽക്കാൻ. അതിനുശേഷം ഒരു ടേപ്പ് എടുത്ത് 33 ഇഞ്ച് അടയാളപ്പെടുത്തിയ സൈഡിൽ നമുക്ക് 8 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. 29 ഇഞ്ച് മാർക്ക് ചെയ്ത സ്ഥലത്ത് നമുക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 7 ഇഞ്ച് അങ്ങനെ വിട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ 2 സൈഡിലും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സ്കെയിലോ ഒരു സ്റ്റിക്കോ എടുത്ത് നമുക്ക് ഇതൊരു നേർരേഖയായി മുഴുവനായും താഴലോളം വരച്ചു കൊടുക്കാം. ഇത് നമ്മൾ മാർക്ക് ചെയ്ത എല്ലാ സ്ഥലത്തും ഇതുപോലെ ചെയ്തെടുക്കാം. വീതിയിലും നീളത്തിലുമൊക്കെ നമ്മൾ ലൈൻ ഇട്ട് ഇതിപ്പോൾ ഒരു ബോക്സ് പോലെ ആയിട്ടുണ്ട്. ഇനി ഈ എല്ലാ ലൈനിലൂടെയും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അടിയിലുള്ള ക്ലോത്തും സ്പോഞ്ചും മുകളിലുള്ള ക്ലോത്തും എല്ലാം ഒരേപോലെ വരണം. നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുക. എല്ലാ ലൈനിലൂടെയും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമുക്ക് എല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷിംഗ് ആയി. നമ്മൾ എല്ലാ ലൈനിലൂടെയും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഒരു സിബ് എടുക്കാം. നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്ന ഒരു സിബാണിത്. ഇത് ഊരിയെടുത്തതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് ഫിക്സ് ചെയ്തെടുക്കാനും പറ്റും. കണ്ടോ, ഇതേപോലെ ഇട്ട് ഒന്ന് സിബ് വലിച്ചു കൊടുത്താൽ ഇത് പഴയ പോലെയായി. ഇനി നമുക്ക് ഇതിലൊരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. സിബിൻ്റെ 2 വശവും 8 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ബെഡ് ഒന്ന് 2ആയി മടക്കാം. അതിനുശേഷം നമുക്ക് അവിടെയും 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ 29 ഇഞ്ച് മാർക്ക് ചെയ്ത വീതിക്കാണ് നമ്മളിപ്പോൾ 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ മറ്റേ വശം തിരിച്ച് അവിടെയും നമുക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതായത് സെൻറ്ററിൽ നിന്നും 8 ഇഞ്ച് 2 സൈഡിലേക്കും നമ്മൾ മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം സെൻറ്ററിൽ വെച്ച് ഒരു കോണായി നമുക്ക് ഈ ബെഡിനെ മടക്കിയെടുക്കാം. ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മളിവിടെ മാർക്ക് ചെയ്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 8 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത്. സിബ് നമുക്ക് 2ആയി മാറ്റിയെടുത്തതിന് ശേഷം സിബ് നമുക്ക് ഈ ബെഡിലേക്ക് വെച്ച് കൊടുക്കാം. സാധാരണ നമ്മൾ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുക. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് നേരെ തിരിച്ചാണ് വെച്ച് കൊടുക്കേണ്ടത്. സിബിൻ്റെ പല്ല് ഭാഗം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ചിങ് ഫിനിഷ് ആയതിന് ശേഷം നമ്മൾ ഈ സിബ് ഒന്ന് തിരിച്ചിടണം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഒന്നും കാണാതെ നല്ല ഫിനിഷിംഗ് ആയി സിബ് മാത്രമേ പുറത്ത് കാണുകയുള്ളൂ.
ഇതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡുള്ള സിബും വെച്ച് കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സിബ് വെക്കുന്ന രീതിയിലല്ല ഇത് വെക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് പല്ല് വരുന്ന വിധത്തിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. സിബിൻ്റെ നല്ല വശം ക്ലോത്തിൻ്റെ മുകളിൽ വരുന്ന വിധത്തിൽ വേണം വെക്കാൻ. അതിനുശേഷം നമുക്കിതൊന്ന് പിൻ ചെയ്തെടുക്കാം. ക്ലോത്തിൽ നിന്നും സിബ് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പിൻ ചെയ്തെടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ പിന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ സിബിൻ്റെ ഫസ്റ്റ് ഭാഗം നമുക്കൊന്ന് ചെറിയ രീതിയിൽ മടക്കി കൊടുക്കാം. സെൻറ്ററിൽ വെച്ചാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ആ ഭാഗം നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം. നമ്മൾ സിബ് മടക്കി കൊടുക്കുന്നത് നമുക്കൊരു കേർവ് ഷേപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് ഫിനിഷിങ്ങിൽ നല്ല ഭംഗിയായി ഫിനിഷിംഗ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മളൊന്ന് മടക്കി കൊടുക്കുന്നത്. ഇനി നമുക്ക് സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സിബിൻ്റെ എൻഡിൽ വെച്ച് നമ്മൾ സിബിൻ്റെ ലാസ്റ്റ് വശം ഒന്ന് പുറത്തേക്ക് തള്ളിക്കൊടുക്കണം. പുറകു വശത്തേക്ക്, ഉള്ളിലേക്കല്ല, പുറത്തെ സൈഡിലേക്ക് തള്ളിക്കൊടുക്കുക. ഇതും അവിടെയും നമുക്കൊരു കേർവ് ഷേപ്പ് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം നന്നായി ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. മറ്റേ സൈഡും നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് 2 സിബും. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ജോയിൻ്റ് ചെയ്യാൻ നോക്കാം. ഒരു സൈഡ് തിരിച്ച് മറ്റേ വശവും എടുത്ത് നമുക്കൊന്ന് വലിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, സ്റ്റിച്ചിങ് ഒന്നും എവിടെയും കാണുന്നില്ല, അതെല്ലാം ഉൾവശത്തേക്ക് പോയി. ഇനി ബാലൻസ് ഉള്ള ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സിബ് ഓപ്പൺ ചെയ്താൽ ഈ സിബ് പിന്നീട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു പിന്ന് കുത്തിക്കൊടുക്കാം. പിന്ന് കുത്തിക്കൊടുത്തതിന് ശേഷം നമ്മൾ സിബ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ സിബ് ആ പിന്നിൽ തട്ടി നിൽക്കും. അതുകൊണ്ട് തന്നെ നമുക്കത് പ്രശ്നമായി വരില്ല. ഇനി നമുക്ക് ഈ സിബ് വെച്ചതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ നേരത്തെ 33 ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ നീളം നമുക്കൊന്ന് 2ആയി മടക്കാം. സെൻറ്ററിൽ വരുന്ന വിധത്തിലാണ് നമ്മൾ 2ആയി മടക്കുന്നത്. അതിനുശേഷം നമുക്ക് 19 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്കൊരു സിബ് വെക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ് 19 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 2 സൈഡിലും നമുക്ക് 19 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു സിബ് എടുക്കാം. ഇത് നേരത്തെ കാണിച്ച അതേപോലുള്ള സിബാണ്. ഓപ്പൺ ചെയ്തെടുക്കാം, തിരിച്ചുമിടാം. അതുപോലെ തന്നെ, അതായത് നേരത്തെ നമ്മൾ എങ്ങനെയാണോ സിബ് സ്റ്റിച്ച് ചെയ്തത് അതുപോലെ തന്നെ സിബിൻ്റെ പല്ല് ഓപ്പോസിറ്റ് സൈഡ് വരുന്ന വിധത്തിൽ വെച്ച് നമുക്ക് ഇതും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സിബ് നമുക്ക് ഊരിയെടുക്കേണ്ട സിബാണ്. ബെഡ് സ്റ്റിച്ച് ചെയ്തെടുത്താലും സിബ് ഊരി നമുക്കിത് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ എൻഡ് വശം നമുക്ക് താഴ്ഭാഗം വരുന്ന വിധത്തിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെയും പല്ല് നമുക്ക് എതിർവശത്തേക്ക് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നമുക്കിതും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് മുന്നേ നമുക്ക് സിബിനും 19 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അളവ് തെറ്റാതെ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ 19 ഇഞ്ച് നമ്മൾ സിബിന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കെട്ടിട്ട് കൊടുത്ത് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഈ സിബ് സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ സിബ്ബർ ഫൂട്ടൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാ ഫൂട്ട് വെച്ച് തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല പോലെ സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല നമ്മളിത്. ഇനി നമുക്ക് ഈ 19 ഇഞ്ചിൻ്റെ അടുത്ത് വെച്ച് സിബ് ഒന്ന് പുറത്തോട്ട് തള്ളിക്കൊടുക്കാം. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഒരു കേർവ് ഷേപ്പ് ലഭിക്കാനാണ്. ഇനി നമുക്ക് ഈ സിബ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഈ സിബ് നന്നായിട്ട് മുകളിലേക്ക് വലിച്ച് ആ ഭാഗം ക്ലോസ് ആയി ഇതിനുള്ളിലാണ് നമ്മൾ ബേബിയെ കിടത്തുന്നത്. ഇനി നമുക്ക് ബാലൻസ് വന്ന ഈ സിബ് 19 ഇഞ്ച് കഴിഞ്ഞ് വലിയ സിബാണിത്. അപ്പോൾ ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ വളച്ച് വെച്ചത് കൊണ്ട് തന്നെ ഒരു കേർവ് ഷേപ്പ് ഉണ്ട് ആ ഭാഗത്ത്. കണ്ടോ, നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഒരു ക്ലോത്ത് എടുക്കാം. റെഡ് കളർ ക്ലോത്താണ് ഞാനിവിടെ എടുത്തത്. അതിലൊരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അങ്ങനെ 3 ഇഞ്ച് വരുന്ന 4 പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ 4 ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് 4 സൈഡിലും ഒരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓരോ സൈഡിലും വെച്ച് 2 സൈഡും മടക്കി നമുക്ക് ആ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് ഈ ബെഡ് ഒന്ന് തിരിച്ചിടാം. കണ്ടോ, പ്രിന്റഡ് ഭാഗത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടേക്ക് നമുക്ക് റെഡ് കളർ ക്ലോത്ത്, നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ 3 ഇഞ്ച് റെഡ് കളർ ക്ലോത്ത് വലിച്ച് അതിൻ്റെ ആ ഒരു സൈഡ് കൂടി മടക്കണം. അതിന് മുന്നേ സിബൊക്കെ പുറത്തേക്ക് തന്നെ വെക്കണം. സിബ് നമുക്ക് ഇടാനുള്ളതാണ്, സിബിൻ്റെ ഉള്ളിലാവാൻ പാടില്ല. അതിനുശേഷം നമുക്ക് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി ആ ഭാഗവും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ വരും. ഇനി നമുക്ക് മറ്റേ സൈഡിൽ, അതായത് സിബ് വെച്ച സൈഡിലും നമുക്ക് ക്ലോത്ത് വെച്ച്, റെഡ് കളർ ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. 3 സൈഡിലും നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് മടക്കിയെടുക്കാം. സിബ് എപ്പോഴും ബെഡിൻ്റെ ഉൾവശത്തേക്ക് വെച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ 4 വശവും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, സിബൊക്കെ ബോർഡറിൻ്റെ പുറത്താണുള്ളത്. നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സിബൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തത്. നമ്മുടെ സിബ് ഇടുമ്പോൾ ബോർഡർ ഉള്ളിൽ വരുന്നത് കൊണ്ട് തന്നെ ബേബിക്ക് അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സിബ് കുത്തുകയോ തറക്കുകയോ ഒന്നും ചെയ്യുകയില്ല. നമുക്കിപ്പോൾ മറ്റേ സിബും ഇട്ട് കൊടുക്കാം. കണ്ടോ, ഈ സിബ് ഇടുമ്പോൾ അതിൻ്റെ ബോർഡർ ഉൾവശത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ബേബിയുടെ ദേഹത്തേക്ക് സിബ് ടച്ച് ചെയ്യുകയില്ല. ഇപ്പോൾ നമ്മുടെ ബെഡ് ഏതാണ്ട് പൂർത്തിയായി. പക്ഷെ നമ്മൾ ഇങ്ങനെ ക്യാപ്പ് ഇട്ട് കൊടുത്താൽ ക്യാപ്പിൻ്റെ ആ ഒരു സൈഡ് വശം ഉള്ളിലേക്ക് വന്ന് ബേബിയുടെ മുഖത്ത് ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലുള്ള ഒരു ബട്ടൺ, ഇത് പ്രസ് ബട്ടൺ ആണ്. ഈ ബട്ടൺ നമുക്ക് 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് തുന്നിക്കൊടുക്കുക തന്നെ വേണം. അത് തുന്നിക്കൊടുത്തതിന് ശേഷം ആ എൻഡ് എവിടെയാണോ വരുന്നത് അവിടെ നമുക്ക് ഈ ബട്ടൻ്റെ മറ്റേ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതൊരു പ്രസ് ബട്ടൺ ആണ്, ഇത് സെറ്റായിട്ടാണ് ലഭിക്കുന്നത്. നമുക്കതും തുന്നിക്കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ക്യാപ്പിൻ്റെ മറ്റേ സൈഡും ബട്ടൺ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബേബി ബെഡ് നല്ല ഫിനിഷിംഗ് ആയി വന്നിട്ടുണ്ട്. എല്ലാവരും ഈ ബെഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാം. ഞാൻ തീർച്ചയായും മറുപടി തരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൺ വരും. അതുകൂടി ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് ടൈം ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ താങ്ക്സ് ടു ഓൾ. താങ്ക്സ്.